സാറെ ക്ഷണിക്കുകയാണ്. Today's our Chief Justice and Resource Person, Muhammad Khan Sir, IGP Senior Trainer, respected NSS Program Officer, Sunil Sir, my dear NSS volunteers are the most beloved students. A warm good morning. ഇന്ന് NSS യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്റർനാഷണൽ സോഷ്യൽ ജസ്റ്റിസ് ഡേയോടനുബന്ധിച്ച് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ അതനുബന്ധിച്ച് പ്രൈവറ്റ് അക്കൗണ്ടാ ട്രെയിനിങ് നൽകാൻ വേണ്ടിയിട്ട് എക്സലന്റ് പേഴ്സണാണ്, കോമ്പറ്റന്റ് പേഴ്സണാലിറ്റിയുള്ളത്. സാറിനോട് ആ കാര്യങ്ങളെ പറ്റി വളരെ വിശദമായിട്ട് സംസാരിക്കും. എന്നാൽ ചെറിയ ഉദ്ഘാടന പ്രസംഗത്തിൽ ചെറിയ കറക്ഷൻ കൂടിയാണ് ഞാൻ വിടുന്നത്. കാരണം തെറ്റുകളെ കണ്ടാൽ വലിയ തെറ്റൊന്നുമില്ല, ചെറിയ തെറ്റാണ്. ആ തെറ്റുകളിൽ നിന്ന് തിരുത്താനുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്തമായിരുന്നത്. തിരുത്താൻ അങ്ങനെയല്ല എന്നെങ്കിൽ പോലും തിരുത്താൻ ഞാൻ മുതിരടിച്ചിട്ട് പിന്നെ അവിടെ ഇവിടെ സംഘടിപ്പിച്ചത് ഇന്റർനാഷണൽ സോഷ്യൽ ജസ്റ്റിസ് ഡേ ആണ് അല്ലേ? അത് ചെറിയൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറയുന്നത് ഇന്റർനാഷണൽ സോഷ്യൽ ജസ്റ്റിസ് ഡേ അല്ല, ഇന്റർനാഷണൽ ജസ്റ്റിസ് ഡേ. സോഷ്യൽ പദം ഒഴിവാക്കിക്കൊണ്ട് ഇന്റർനാഷണൽ ജസ്റ്റിസ് ഡേ അത് ഇന്നല്ല, ജൂലൈ 17 അത് ആചരിക്കുന്നത്. അതായത് ജൂലൈ 17 ഇന്റർനാഷണൽ ജസ്റ്റിസ് ഡേ. ഇന്റർനാഷണൽ സോഷ്യൽ ജസ്റ്റിസ് ഡേ നമ്മൾ ആചരിക്കുന്നത് ഫെബ്രുവരി 20 മനസ്സിലാക്കിയ ഡിഫറൻസ്. സോഷ്യൽ ജസ്റ്റിസ് ഡേ ആചരിക്കുന്നത് ഫെബ്രുവരി 20. ഇന്റർനാഷണൽ ജസ്റ്റിസ് ഡേ ആചരിക്കുന്നത് ജൂലൈ 17 മനസ്സിലാക്കും. ഇനി ഇന്റർനാഷണൽ ജസ്റ്റിസ് ഡേ ഇതിനു വേണ്ടി നമ്മൾ ഓരോ ആചരിക്കുന്നതും ഓരോ കാര്യം ഓർമ്മിക്കാൻ വേണ്ടി റിമംബർ ചെയ്യാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ ഓരോ ആഘോഷത്തിന്റെ സെലിബ്രേഷന്റെയും ബാക്കിൽ ഒരു ഐതിഹ്യം അല്ലെങ്കിൽ ഒരു കാരണം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് ഈ ഇന്റർനാഷണൽ സോഷ്യൽ ജസ്റ്റിസിലെ ആചരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന്, അതായത് 1998 നമ്മൾ അന്താരാഷ്ട്ര ഹോം സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത് ഇന്റർനാഷണൽ ലെവലിൽ അഡോപ്റ്റ് ചെയ്തു. ആ അഡോപ്റ്റ് ചെയ്തതിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റർനാഷണൽ ജസ്റ്റിസ് ഡേ ആചരിക്കുന്നത്. അതായത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് റോം സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത്. വംശഹത്യ, യുദ്ധകൃത്യങ്ങൾ, അതുപോലുള്ള കുറ്റങ്ങൾ ചെയ്യുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള കുറ്റങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് രൂപീകരിച്ച്. അപ്പൊ ആ ക്രിമിനൽ കോർട്ട് രൂപീകരിക്കുന്നതിന് ബന്ധപ്പെട്ടുള്ള സ്റ്റാറ്റ്യൂട്ടാണ് റോം സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അത് ജൂലൈ 1998 ജൂലൈ 17 അത് ഇംപ്ലിമെന്റ് ചെയ്തു. 2010 മുതൽ യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ എല്ലാ അന്താരാഷ്ട്ര ജൂലൈ 17 ഇന്റർനാഷണൽ ജസ്റ്റിസ് ഡേയുടെ തീം respect, accountability and law and order.
എനിക്ക്